ഹലോ ഗൈസ്, ഇത് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് രാത്രിയത്തെ വിശേഷങ്ങളും കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. തെരപ്പരടക്ക ഇത് തന്നെയായിരുന്നു വിശേഷം. അപ്പോൾ ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടതിലൊക്കെയാണ് രാത്രിയത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇന്നലെ അച്ഛൻ വന്നപ്പോഴേ എനിക്ക് പൊറോട്ടയും ചിക്കൻ വറുത്തതും കൊണ്ട് തന്നു. അത് ഞാൻ വീഡിയോ എടുത്തു, പക്ഷേ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അപ്പം എനിക്കത് കിട്ടിയില്ല. പിന്നെ അതൊക്കെ വീഡിയോ എടുത്തിട്ട് എങ്ങനെയും തിന്നണമല്ലോ എന്ന് വെച്ചിരുന്നിട്ട് ഞാൻ വേഗം ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് തിന്നാനിരുന്നു. പക്ഷെ തിന്ന് കഴിഞ്ഞിട്ട് അത് ഷോർട്സിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് അത് ഞാൻ വീഡിയോ വെറുതെ വെച്ചുള്ളൂ, വീഡിയോ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കത് കിട്ടിയില്ല. എന്നെ ചെയ്യാനാ. പിന്നെ എനിക്ക് ഇന്നലെ ഒരു മൂഡില്ലാത്തതിൻ്റെ പേരിൽ ദിവസമൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് പോയി. പിന്നെ എനിക്ക് രാത്രി ആയപ്പോഴാണല്ലോ കുറച്ച് ഞാൻ ഊർജ്ജസ്വലത ആയത്, ആ സാധനം ആയത്. അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ രാത്രി മൊത്തം ഞാൻ ചിരിച്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 ചിരി
എന്നുണ്ടെങ്കിൽ എൻ്റെ മൂക്കും തലയൊക്കെ കൂടി വേദന പൊളിയും. അങ്ങനെ രാത്രി കഴിഞ്ഞ് ഗൈസ്. പിന്നെ പിറ്റേ ദിവസമായി. അപ്പോൾ ഇതാണ് പിറ്റേ ദിവസം. രാവിലെ ഞാനൊരു വാട്ടർ മെലണാണ് കഴിച്ചത്. എനിക്ക് ഈ വാട്ടർ മെലൺ ഫ്രൂട്ട്സൊക്കെ എനിക്ക് ഭയങ്കര കൈ വിഷം തന്നിട്ടുള്ള സാധനമാണെന്ന് ഞാൻ പറയാറില്ല ഇടയ്ക്കിടയ്ക്ക്. അത് സത്യമാണ് ഗൈസ്. എനിക്ക് എന്ത് ഫ്രൂട്ട്സ് കിട്ടിയാലും ഞാൻ അപ്പം തന്നെ തിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാനിത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുത്തതാണ് കണ്ണുവഴിക്കിലേക്കാണ്. അങ്ങനെ ഞാനന്ന് തിന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് നല്ല രസമാണ് തിന്നുകൊണ്ടിരുന്നു ഇങ്ങനെ കുറേ നേരം. എൻ്റെ ചേച്ചിയും അമ്മയുണ്ടല്ലോ ഈ വാട്ടർ മെലൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാഫായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം സ്കൂപ്പ് ചെയ്തെടുത്ത് തിന്നുകൊണ്ടിരിക്കും. കാരണം സെൻറ്റർ ഭാഗത്തിനാണല്ലോ കുറച്ചും കൂടി സ്വീറ്റ്നെസ് കൂടുതൽ. ബാക്കി ഉള്ള ഭാഗം വെച്ച് നോക്കുമ്പോൾ സെൻറ്റർ ഭാഗത്തിനാണല്ലോ കുറച്ച് സ്വീറ്റ്നെസ് കൂടുതൽ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഈ സെൻറ്റർ ഭാഗം സ്കൂപ്പ് ചെയ്ത് തിന്നുകൊണ്ടിരിക്കും. ഞാൻ വാട്ടർ മെലൺ സ്കൂപ്പ് ചെയ്ത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അടുത്ത് പിണങ്ങി കിടക്കണത് കണ്ടത്. പിണങ്ങി കിടക്കണത് എന്തിനാന്ന് അവനും അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂഡില്ലാണ്ടാവും. ആ സമയത്ത് അവൻ പിണങ്ങി കിടക്കും. പിന്നെ നമ്മൾ അവൻ്റെ പിന്നാലെ നടക്കണം. ഞാൻ എത്ര പിന്നാലെ നടന്നാലും അവൻ്റെ പിണക്കം മാറൂല. അച്ഛനൊരു 4 മണി 5 മണി ആകുമ്പോൾ എല്ലാം മുട്ട ബജി കൊണ്ടു കൊടുക്കും. അവനത് മുട്ട ബജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പിണങ്ങി കിടക്കുന്നത്. പിന്നെ എത്ര പിണങ്ങി കിടന്നാലും എന്തൊക്കെ ചീത്ത പറഞ്ഞാലും അവൻ്റെ ആ ബാക്കിലത്തെ മെഷീൻ മാത്രം ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വട മേടിക്കാൻ പോയി. കടയിൽ ചേച്ചിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പേരത്തെ വട നമ്മൾ മേടിക്കുന്നത്. ഞാൻ അത് വട മേടിക്കാൻ പോയപ്പോൾ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ആ വട എനിക്ക് നല്ല ചൂടായിട്ട് വറുത്ത് കോരി തന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു വറക്കണം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണൊന്നും എടുത്തുകൊണ്ട് പോയില്ല. എനിക്ക് ഫോൺ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകണത് അത്ര ഇഷ്ടമല്ല. ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛൻ്റെ പോക്കറ്റ് വെച്ചിട്ട് വരും. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ചോദിക്കും പിന്നെ എന്തിനാ നീ ഫോണും കൊണ്ട് നടക്കണേന്ന്. പക്ഷെ എന്തോ എനിക്കിഷ്ടമല്ല. അയ്യോ കരണ്ടി എന്തോ എനിക്കിഷ്ടമല്ല ആ സാധനം ഫോണും കൊണ്ട് പോണത്. അങ്ങനെ ഞാൻ വീഡിയോയിൽ കാട്ടാൻ വേണ്ടിയിട്ട് ഉഴുന്നോടെ പിച്ചി വായിലിടാൻ വേണ്ടി നോക്കിയതാണ് ഗൈസ്. എൻ്റെ കൈയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞില്ല, വെന്തുപോയി എൻ്റെ കൈയൊക്കെ. എന്തൊരു ചൂടായിരുന്നു. കാരണം എണ്ണയിൽ കോരി തന്നിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പം തന്നെ ഞാനെടുത്തിട്ടതാ. എന്നിട്ട് ഞാനത് ക്രിസ്പിനെസ് കാട്ടാൻ വേണ്ടിയിട്ടിരുന്ന് കടിച്ച്. പക്ഷെ അപ്പോഴും എൻ്റെ വായ പൊള്ളിപ്പോയി. ഞാനുള്ള ശ്വാസമൊക്കെ പുറത്തേക്ക് വിട്ടിട്ട് എൻ്റെ നാക്ക് അടിവേറിൻ്റെ അവിടം വരെ എത്തിപ്പോയി എന്നുണ്ട് വെന്തിട്ട്. അങ്ങനെ തന്നെയല്ലേ എന്താ കണ്ടൊക്കെ വെന്ത് പോയി എന്തായാലും. പിന്നെ ഞങ്ങൾ പുറത്ത് ചെന്നിരുന്ന്, ഭയങ്കര വെയിലായിരുന്നു, പുറത്ത് ചെന്നിരുന്ന് വടയൊക്കെ കഴിച്ച്. ചായ ഞാൻ കുടിക്കില്ല, ചായ എനിക്ക് ഇഷ്ടമല്ല. എന്നാണ് പണ്ടേ തുടങ്ങി എനിക്ക് ചായ ഇഷ്ടമല്ല. പക്ഷെ കാപ്പി എനിക്കൊന്നും കൂടി ഇഷ്ടമാണ്. ഈ മുട്ടത്തല കണ്ടോ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ സുന്ദരിപ്പെണ്ണ്. ഞാൻ വട തിന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്കാണ് വന്ന് തലിയിട്ടത് അതിൻ്റെ ഉള്ളിൽ കൂടെ മുട്ടത്തല ഇട്ടുകൊണ്ട് വന്നത്. പിന്നെ എന്നിട്ട് കുറച്ച് നേരം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി നടന്നു. പിന്നെ എനിക്ക് ക്ലാസ് തുടങ്ങാറായതിൻ്റെ പേരിൽ അവർ പോയി. എന്നിട്ട് അച്ഛമ്മയുടെ ചായ മടിയണത് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇത് ഫിറ്റ് ആവുമെന്നാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ വെച്ചിട്ട് പോരാലോ. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചപ്പോഴേക്ക് ചായ കുടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ്. ഞാൻ ചായ കുടിക്കാൻ തന്നെ എനിക്ക് ഫുഡ് കഴിക്കാമല്ലോ. ഞാൻ ഉച്ചയ്ക്ക് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വാട്ടർ മെലൺ മള്ളിൽ ഞാൻ നിന്നിരുന്നത്. അങ്ങനെ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്നു. ചോറ് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ ചമ്മന്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിന്നതിന് ശേഷം എനിക്ക് ചമ്മന്തി ഉണ്ടെങ്കിൽ എനിക്ക് ചോറ് ഇഷ്ടമാണ്. ഹോസ്റ്റലിൽ നിന്ന് അതൊക്കെ പഠിക്കുമല്ലോ നമ്മൾ. പിന്നെ ഈ പപ്പടം കണ്ട, ഈ പപ്പടം പകുതി തന്നെ ഈ പ്ലേറ്റിനെക്കാട്ടും വലുതാണ്. ഇതിൻ്റെ ഫുള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റിനെക്കാട്ടും വലുതായിരിക്കും. പക്ഷേ ഇത് നല്ല രസമുണ്ട്. ഈ ഹെൽത്തി ആയിട്ടുള്ള പപ്പടമാണ്. നമ്മുടെ സാധാരണ കിട്ടുന്ന പപ്പടം ഒരു അൺഹെൽത്തി ആണല്ലോ സംഭവം. പക്ഷെ ഇത് ഹെൽത്തിയാണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇത് വറക്കുമ്പോൾ കുറച്ചിങ്ങനെ ബബിള് പോലെ വരും. കുറച്ച് പതയായിട്ട് നിൽക്കും. കുറച്ച് ടേസ്റ്റ് വ്യത്യാസം നോർമൽ പപ്പടത്തിനെക്കാട്ടും കൂടുതൽ കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് ഹെൽത്തി വൈസാണ്. അതിൻ്റെ പേരിൽ നല്ല സാധനമാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ പപ്പടം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒരു ചീപ്പോന്ന ചോറ് എടുക്കുള്ളൂ. ഇതിനെക്കാട്ടും കുറച്ച് ചോറ് എടുക്കുള്ളൂ എന്നുണ്ടെങ്കിലും, സാമ്പാർ ഉണ്ടെന്നുണ്ടെങ്കിലും പപ്പടം വേണം, രസം ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പടം വേണം, അങ്ങനെ ചാറ് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പടം വേണം.
പക്ഷെ എനിക്ക് ഒരു മിനിമം 3 പപ്പടം വേണം. മിനിമം 3 പപ്പടം വേണം എനിക്ക്, സാധാരണ പപ്പടത്തിൽ. പക്ഷെ ഇത് ഭയങ്കര വലിയ പപ്പടമല്ലേ, അതിൻ്റെ പേരിൽ എനിക്ക് ഒരു പപ്പടം തിന്നുമ്പോഴേക്കും എൻ്റെ വയറ് നിറഞ്ഞു പോകും ഗൈസ്. പക്ഷെ ഇതിങ്ങനെ ഒറ്റയ്ക്ക് തിന്നാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. ചോറ് കൂട്ടി തന്നെയാണ് എനിക്ക് അത്ര ഇഷ്ടം. ഇത് ബബിളായിട്ട് ഇങ്ങനെ വീർത്ത് വരുമൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ലതാണ്. അങ്ങനെ ഞാൻ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോഴുണ്ട് ഇത് കുറുക്കൻ്റെയും പൂച്ചയുടെ കോഴിയുടെ ആരുടെ കല്യാണമായിരുന്നു, ആരെയാണ് കെട്ടിയേ, കോഴിയുടെയും കല്യാണം, കുറുക്കൻ്റെയും കോഴിയുടെയും കല്യാണം. അതായത് വെയിലും മഴയൊക്കെ ഒരുമിച്ച് വരുന്നത് നല്ല രസമല്ല ഇത് കൊണ്ടിരിക്കാൻ. ഈ വെയിൽ ഉണ്ടായിട്ട് മഴ പെയ്യുമ്പോൾ ആ ഒരു മണ്ണിൻ്റെ സ്മെല്ല് വരില്ലേ, അയ്യോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് കാണുമ്പോഴും മഴയത്ത് ഓടിച്ചാടി നടക്കാൻ തോന്നും. ഇപ്പം നിങ്ങൾ കാണുന്നത് മഴയല്ല ഗൈസ്, എൻ്റെ വീടിൻ്റെ ഫുള്ള് ചുറ്റും അപ്പുറത്തും നിറച്ച് മരമാണ്. ഇപ്പം മഴ തീർന്നു. മഴ തീർന്നിട്ട് ഈ മരത്തുമുണ്ടാവുന്ന വെള്ളം അടിക്ക് വീണുകൊണ്ടിരിക്കണതാണ് ഈ കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ അങ്ങനെയാണെന്ന്? മഴ പെയ്യണ പോലെ തന്നെ ഇല്ലേ, എന്തോരം വീണുകൊണ്ടിരിക്കണേ. പക്ഷെ അത് മഴ പെയ്യണമല്ല, മഴ തീർന്നു പോയി. ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും പിന്നെ കുറച്ച് വെയിലും ഇതും മാത്രമായിട്ട് നിന്ന്. മഴ പെയ്തപ്പോൾ വെയിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും മഴയൊക്കെ തീർന്നു പോയി, വെയിൽ മാത്രമായി പോയി. എന്നിട്ട് അത് മരത്തുമ്പോൾ ഇങ്ങനെ ഡ്രോപ്ലെറ്റ് പോലെ ഇങ്ങനെ ടിക് 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 എന്നിട്ട് ഒഴുകി വീഴുന്നതായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. പണ്ടൊന്നല്ല ഇപ്പോഴും ഞാൻ മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും കാണാണ്ട് പാത്തും പതുങ്ങി നിന്നിട്ട് മഴയത്ത് ചാടി കളിക്കുമായിരുന്നു, വെള്ളത്തിലൊക്കെ ചാടി 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 കളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ക്ലാസ്സിലിരിക്കുന്ന എൻ്റെ വലിയ ക്ലാസ്സിൽ നിന്ന് ചാടിപ്പോകുന്നതിൻ്റെ പിന്നെ മഴയത്ത് നനഞ്ഞുകൊണ്ടിരിക്കുക, ക്ലാസ്സിൽ നിന്നിരിക്കാൻ പറ്റൂലല്ലോ. അതിൻ്റെ പേരിൽ ഞാൻ ഉള്ളിലിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ കയറിപ്പോന്ന് പഠിക്കാൻ പോയി. പിന്നെ അടുത്ത ദിവസമായിട്ട് കാണാം. അപ്പോൾ ഓക്കെ.